ഈസി മാത്സ് കോർണർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണിയാണ്. ആദ്യം നമുക്ക് നോക്കേണ്ടത് എന്താണ് ശ്രേണി അല്ലെങ്കിൽ സീക്വൻസ് എന്ന് പറയുന്നത്. എന്താണ് സീക്വൻസ്? സീക്വൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ നമ്പറുകളെ ക്രമമായി എഴുതുന്ന ഒരു രീതിയാണ് സീക്വൻസ്. അതെന്താണ്? ഒരു പ്രത്യേക നിയമം അനുസരിച്ചാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? സീക്വൻസ് എന്ന് പറയാം. സീക്വൻസ് എന്നാൽ കുറേ നമ്പറുകളെ ക്രമമായി നിയമം അനുസരിച്ച് എഴുതുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ 1, 3, 5, 7. ഇതെന്താണ്? ഇതൊരു സീക്വൻസ് ആണ്. കാരണം എന്താ? ഇതൊരു നിയമം അനുസരിച്ചാണ് ഈ നമ്പറുകളെ നമ്മൾ ക്രമമായി എഴുതിയിരിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന നിയമം എന്താണ്? റൂൾ എന്താണ്? ഇവിടുത്തെ റൂൾ എന്ന് പറയുന്നത് ഇതെല്ലാം എന്താണ്? ഓഡ് നമ്പേഴ്സ് ആണ്. 1 ഓടാണ്, 3, 5, 7 ഇതെല്ലാം എന്താണ്? ഓഡ് നമ്പേഴ്സ് ആണ്. ഓഡ് നമ്പേഴ്സ് എന്ന് വെച്ചാൽ ഒറ്റക്ക സംഖ്യയാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അന്നേരം അവിടുത്തെ നിയമം ഏതാണ്? ഇതെല്ലാം ഓഡ് നമ്പേഴ്സ് ആണ്. അങ്ങനെ ഒരു റൂൾ അനുസരിച്ച് നമ്പേഴ്സിനെ ക്രമമായി എഴുതുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത്? സീക്വൻസ് എന്ന് പറയുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ 1, 4, 9, 16. നോക്കിയേ, ഇതും എന്താണ്? ഒരു സീക്വൻസ് ആണ്. ഇവിടുത്തെ നിയമം ഏതാണ്? നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന നിയമം എന്ന് പറയുന്നത് 1ന്റെ സ്ക്വയർ ആണ് 1, 2ന്റെ സ്ക്വയർ ആണ് 4, 3ന്റെ സ്ക്വയർ ആണ് 9, 4ന്റെ സ്ക്വയർ ആണ് 16. ഇത് നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയർ ആണ് നമ്മൾ മുകളിൽ എഴുതിയിരിക്കുന്നത്. അന്നേരം അവിടുത്തെ സീക്വൻസിലെ നിയമം റൂൾ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സിന്റെ എന്താണ്? സ്ക്വയർ ആണ്. ഓക്കെ, അങ്ങനെ ഒരു പ്രത്യേക നിയമം അനുസരിച്ച് നമ്പറുകളെ ക്രമമായി എഴുതുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത്? സീക്വൻസ് എന്ന് പറയുന്നത്. അതിന് കുറേ എക്സാമ്പിൾ ഉണ്ട്. 2, 4, 6, 8. ഇതെന്താണ്? ഇതും ഒരു സീക്വൻസ് ആണ്. കാരണം എന്താണ്? ഇതൊരു ഈവൻ നമ്പേഴ്സ് ആണ്, എന്ന് വെച്ചാൽ ഇരട്ടക്ക സംഖ്യയാണ്. ഓക്കെ ആണല്ലോ. നമ്മൾ ഇനി ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അരിത്തമാറ്റിക് സീക്വൻസിനെ കുറിച്ചാണ്. അന്നേരം ഈ സീക്വൻസിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഈ അരിത്തമാറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണിക്ക് ഉള്ളത്? ശ്രേണിയിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് സമാന്തര ശ്രേണിക്ക് ഉള്ളത്? ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ഇതും എന്താണ്? ഒരു നിയമം അനുസരിച്ച് നമ്മൾ കുറേ നമ്പറുകളെ ക്രമപ്പെടുത്തി എഴുതുന്ന രീതിയാണ് എന്ത്? സീക്വൻസ് എന്ന് പറയുന്നത്. അതുതന്നെയാണ് അരിത്തമാറ്റിക് സീക്വൻസ്. പക്ഷേ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന നിയമം എന്ന് പറയുന്നത്, നോക്കിക്കോ, ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ നമ്മളൊരു സീക്വൻസ് ചെയ്തിട്ടുണ്ട്. ഇത് എങ്ങനെ നമുക്ക് അരിത്തമാറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണിയാണെന്ന് പറയാം. ഇതിന്റെ ആദ്യ പദം അല്ലെങ്കിൽ ഫസ്റ്റ് ടേമിനെ നമ്മൾ x1 എന്നാണ് പറയുന്നത്. രണ്ടാം പദം അല്ലെങ്കിൽ സെക്കൻഡ് ടേമിനെ നമ്മൾ x2 എന്ന് പറയും. ഇനി മൂന്നാമത് എഴുതിയിരിക്കുന്ന സംഖ്യയെ നമ്മൾ x3 അല്ലെങ്കിൽ മൂന്നാം പദം എന്ന് പറയും. അങ്ങനെ എവിടം വരെ പോകും ഈ നമ്പർ? ഇത് ലാസ്റ്റ് ടേം അല്ലെങ്കിൽ അവസാന പദത്തിനെ നമ്മൾ എന്തെന്ന് പറയും? xn എന്ന് പറയും. ഇത് ഒരു സീക്വൻസ് ആണെന്ന് വിചാരിച്ചു. അത് എങ്ങനെ നമുക്ക് അരിത്തമാറ്റിക് സീക്വൻസ് ആയി മാറുന്നു എന്ന് ചെക്ക് ചെയ്യാം. ഇനി ഈ രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദം എന്ന് വെച്ചാൽ സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 5ൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ വാല്യൂ എത്ര കിട്ടും? 4 കിട്ടും. അതുപോലെ മൂന്നാമത്തെ പദം അല്ലെങ്കിൽ x3യിൽ നിന്ന് x2 കുറച്ച് കഴിഞ്ഞാലും നമുക്ക് എത്ര കിട്ടും? 4 കിട്ടും. അതുപോലെ 13ൽ നിന്ന് 9 കുറച്ചാലും എത്രയാണ് കിട്ടുന്നത്? 4 കിട്ടും. അന്നേരം ഇവിടെ വന്നിരിക്കുന്ന വ്യത്യാസം എന്താണ്? എല്ലാ ടേമുകൾ തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ് എന്ന് പറയുന്നത് പൊതുവാണ്, കോമൺ ആണ്. എല്ലായിടത്തും 4 വെച്ച് ആഡ് ചെയ്താണ് പോകുന്നത്. ഇതിൻ്റെ അർത്ഥം ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഈ ടേമുകൾ തമ്മിലുള്ള കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അങ്ങനെയുള്ള സീക്വൻസിനെയാണ് നമ്മൾ പറയുന്നത് അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, വേറൊരു എക്സാമ്പിൾ നോക്കിയോ.
നോക്കിയേ, ഇത് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം. ഈ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമിലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 11 നിന്ന് 8 കുറച്ചാൽ എത്രയാണ്? 3. 14 നിന്ന് 11 കുറച്ചാൽ എത്രയാണ്? അത് 3. അതുപോലെ 17 നിന്ന് 14 കുറച്ചാൽ എത്രയാണ്? 3. എന്ന് വെച്ചാൽ ഈ രണ്ട് ടേമുകൾ തമ്മിലുള്ള വ്യത്യാസം എല്ലായിടത്തും എന്താണ്? ഒരേപോലെയാണ്. എല്ലായിടത്തും 3 അത് മാത്രമാണ് നമ്മൾ ഈ അരിത്തമാറ്റിക് സീക്വൻസിൽ ഉപയോഗിക്കുന്ന നിയമം എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ കോമൺ ഡിഫറൻസ്, രണ്ട് ടേമുകൾ തമ്മിലുള്ള കോമൺ ഡിഫറൻസ് എല്ലായിടത്തും സെയിം ആണ്. അങ്ങനെയുള്ള സീക്വൻസിനെ നമുക്ക് പറയാം അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ സമാന്തര ശ്രേണി എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണെങ്കിൽ, ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി ആണെങ്കിൽ ഇത് തമ്മിലുള്ള കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം, എന്താ രണ്ട് ടേമുകൾ തമ്മിലുള്ള കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം എന്ന് പറയുന്നത്, കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം. കോമൺ ഡിഫറൻസിന് നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റർ ഡി ആണ്. ആ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് രണ്ട് ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ്, രണ്ട് ടേമുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് കോമൺ ഡിഫറൻസ്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒന്നാമത്തെ ടേം എന്ത് ചെയ്യുന്നതാ? കുറയ്ക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് പറയാം x3-യിൽ നിന്ന് x2 കുറച്ചാലും നമുക്ക് എന്താണ്? കോമൺ ഡിഫറൻസ് ഡി കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തടുത്ത ടേമുകൾ തമ്മിൽ കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ആൻസർ ആണെന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ്. ഇനി അരിത്തമാറ്റിക് സീക്വൻസിന്റെ കേസിൽ കോമൺ ഡിഫറൻസ് എല്ലായിടത്തും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി നോക്കിയേ, നമുക്ക് രണ്ടാമത്തെ ടേം കിട്ടണമെങ്കിൽ, അതാ x2 അല്ലെങ്കിൽ രണ്ടാമത്തെ പദം കിട്ടണമെങ്കിൽ ഒന്നാമത്തെ ടേമിന്റെ കൂടെ എന്ത് കൂട്ടിയാൽ മതി? ഒന്നാമത്തെ ടേമിന്റെ കൂടെ എന്ത് കൂട്ടിയാൽ മതി? ഇവിടെ വരുന്ന ഈ കോമൺ ഡിഫറൻസും കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? x2 ആയ രണ്ടാമത്തെ ടേം അല്ലെങ്കിൽ രണ്ടാമത്തെ പദം കിട്ടും. അതുപോലെ x3 എന്ന് പറയുന്നത് x2-ന്റെ കൂടെ കോമൺ ഡിഫറൻസും കൂടെ കൂട്ടുന്നതാണ്. അല്ലെങ്കിൽ പൊതുവ്യത്യാസം കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? x3 കിട്ടുന്നത്. ഇനി x2 എന്ന് പറയുന്നത് എന്താണ്? x2 ഇതാ ഇവിടെ എഴുതിയപ്പോൾ ഉണ്ട്, x1 പ്ലസ് എന്താണ്? ഡി ആണ്. അതിൻ്റെ കൂടെ ഈ ഒരു ഡിയും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x1 പ്ലസ് 2d എന്ന് കിട്ടും. അന്നേരം x3 എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? x1 പ്ലസ് 2d കിട്ടി. അങ്ങനാണെങ്കിൽ x4 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതേ രീതിയിൽ x1-ന്റെ കൂടെ 3d എന്ത് ചെയ്താൽ മതി? കൂട്ടിയാൽ മതി. അങ്ങനാണെങ്കിൽ നമുക്ക് x6-നെ നമുക്ക് എങ്ങനെ എഴുതാം? x1 പ്ലസ് 5d. ഓക്കെ, അങ്ങനാണെങ്കിൽ x96-നെ നമുക്ക് എങ്ങനെ എഴുതാം? x96 എന്ന് വെച്ച് കഴിഞ്ഞാൽ 96-ാമത്തെ പദം അല്ലെങ്കിൽ 96-ാമത്തെ ടേം. എങ്ങനെ എഴുതാം നമുക്ക്? ഒന്നാമത്തെ ടേമിന്റെ കൂടെ എന്ത് ചെയ്താൽ മതി? 95d എന്ത് ചെയ്താൽ മതി? കൂട്ടിയാൽ മതി. ഓക്കെ ആണല്ലോ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക. x1, x2, x3, എക്സെട്ര xn ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി ആണെങ്കിൽ ഇതിന്റെ അവസാനത്തെ ടേം അല്ലെങ്കിൽ അവസാന പദം എന്ന് പറയുന്നത് xn ആണ്. ഒരു സമാന്തര ശ്രേണിയുടെ അല്ലെങ്കിൽ ഒരു AP-യുടെ അവസാനത്തെ ടേം കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാണാതെ പഠിക്കണം. xn ഈക്വൽ ടു x1 പ്ലസ് n-1 ഇൻറ്റു ഡി ആണ്. ഇതാണ് അവസാനത്തെ ടേം, ലാസ്റ്റ് ടേം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? x1 പ്ലസ് n-1 ഇൻറ്റു ഡി ആണ്. ഇനി ഇതിൽ x1 എന്ന് പറയുന്നത് എന്താണ്? x1 എന്ന് പറയുന്നത് തന്നിരിക്കുന്ന AP അല്ലെങ്കിൽ അരിത്തമാറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ പദം അല്ലെങ്കിൽ ഫസ്റ്റ് ടേം ആണ് എന്തെന്ന് പറയുന്നത്? x1 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം. അതുപോലെ ഡി എന്ന് പറയുന്നത് നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്തതാണ്, കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസമാണ്. ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം. ഇനി ഇടയ്ക്ക് ഒരു n ഉണ്ട്. n എന്ന് വെച്ച് കഴിഞ്ഞാൽ
തന്നിരിക്കുന്ന സമാന്തര ശ്രേണിയിൽ എത്ര ടേം ഉണ്ട്? ഇപ്പൊ 10 ടേം ആണെങ്കിൽ n എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 10 ആയിരിക്കും. അതുപോലെ n എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ടേംസ്. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഒരു സമാന്തര ശ്രേണി അല്ലെങ്കിൽ ഒരു അരിത്തമാറ്റിക് സീക്വൻസിന്റെ ലാസ്റ്റ് ടേം കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, എല്ലാവരും ഈ ഇക്വേഷൻസ് പഠിച്ചു വെക്കുക. ഓക്കെ, നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. ഇത് 1,3,5 എന്ന ഒരു സമാന്തര ശ്രേണിയാണ്. ഇതിന്റെ ഒരു 55ാമത്തെ പദം കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ x55 നമുക്ക് കണ്ടുപിടിക്കാൻ ചോദിക്കുകയാണ്. എത്രയാണ്? 55ാമത്തെ ടേം കണ്ടുപിടിക്കുക. ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ വേണമെങ്കിൽ ഉപയോഗിക്കാം. അതല്ലാതെ നമുക്ക് ഈ 55ാമത്തെ പദം കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യം നമ്മൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. എന്താണ്? ഒന്നാമത്തെ പദത്തിന്റെ കൂടെ എന്ന് വെച്ചാൽ x1ന്റെ കൂടെ എന്ത് കൂട്ടിയാൽ മതി? 54d കൂട്ടിയാൽ മതി. എന്ന് വെച്ചാൽ ഇത് 55 ആണെങ്കിൽ ഇവിടെ എത്രയാ? 1 കുറച്ചിട്ട് d ആയിട്ട് ഗുണിച്ചാൽ മതി. ഓക്കെ, അങ്ങനെ വരുമ്പോൾ x1 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒന്നാമത്തെ പദം എന്തായിരിക്കും? 1 ആയിരിക്കും. d എന്ന് പറയുന്നത് എന്താണ്? പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് ആണ്. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒന്നാമത്തെ ടേം കുറയ്ക്കുക. ഇവിടെ 3ൽ നിന്ന് 1 കുറയ്ക്കുക. എത്ര വരും? 3ൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ എത്ര വരും? 2 വരും. ഓക്കെ, അന്നേരം കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 2 ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? x1 എന്ന് പറയുന്നത് 1 ആണ്. 1 പ്ലസ് 54 ഇൻറ്റു d എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. ഓക്കെ, 1 പ്ലസ് 54 ഇൻറ്റു 2 എത്ര? 8. 5 ഇൻറ്റു 2 10. 108. ആൻസർ ഈസ് 108 പ്ലസ് 1 109 ആണ്. എന്തെന്ന് പറയുന്നത്? 55ാമത്തെ ടേം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇതെല്ലാം നമുക്ക് അവസാന ടേമിന്റെ ഇക്വേഷൻ ഉപയോഗിച്ചും എന്ത് ചെയ്യാം? ഇതിനെ ചെയ്യാൻ പറ്റും. അതും കൂടെ നോക്കിയോ. x55 ഇക്വേഷൻ എന്താണ്? x1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു d ആണ്. ഇവിടെ n എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ടേംസ്, എത്ര പദം. ഇവിടെ 55 പദം ഉണ്ടെന്ന് വിചാരിച്ചോ. അന്നേരം n എത്ര ആയിരിക്കും? 55. ഓക്കെ, ഇനി x1 എന്താണ്? x1 എന്ന് പറയുന്നത് ഒന്നാമത്തെ പദം, ഇത് 1 തന്നെയാണ്. d എന്ന് പറയുന്നത് എന്താണ്? കോമൺ ഡിഫറൻസ് ആണ്. അത് നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 2 ആണ്. ഇനി നേരെ ഇക്വേഷനകത്തോട്ട് അപ്ലൈ ചെയ്യുക. 1 പ്ലസ് 55 മൈനസ് 1 എത്ര വരും? 55 മൈനസ് 1 ഇൻറ്റു d എത്രയാണ്? 2. 1 പ്ലസ് 55 മൈനസ് 1 എത്ര? 54 ഇൻറ്റു എത്രയാണ്? 2. 1 പ്ലസ് 54 ഇൻറ്റു 2 എത്ര? 108. 108 പ്ലസ് 1 109 ആണ്. ഇവിടെയും നമുക്ക് ആൻസർ കിട്ടിയത്. അന്നേരം നമുക്ക് ഏത് മെത്തേഡിൽ കൂടി എന്ത് ചെയ്യാം? നമുക്ക് അവസാന ടേം കണ്ടുപിടിക്കാൻ പറ്റും. ഇതൊരു എക്സാമ്പിളിന് വേണ്ടി നമ്മൾ കാണിച്ചതാണ്. ഓക്കെ, അരിത്തമെറ്റിക് സീക്വൻസിന്റെ അവസാന ടേമിന്റെ ലാസ്റ്റ് ടേമിന്റെ ബീജഗണിത രൂപം അല്ലെങ്കിൽ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് an പ്ലസ് ബി ആണ്. an പ്ലസ് ബി ആണ്. ഇതിൽ a എന്ന് പറയുന്നത് എന്നിന്റെ കോയിഫിഷ്യന്റ് ആയ a എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്. കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസമാകുന്നു. ഓക്കെ, അതുപോലെ a പ്ലസ് ബി എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഓൾജിബ്രിക് എക്സ്പ്രഷന് a പ്ലസ് ബി എന്ന് പറയുന്നത് സീക്വൻസിന്റെ എന്ന് വെച്ചാൽ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം ആകുന്നു. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. നമുക്ക് ഒരു APയുടെ അല്ലെങ്കിൽ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ ഒരു സമാന്തര ശ്രേണിയുടെ അവസാന ടേമിന്റെ ലാസ്റ്റ് ടേമിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ബീജഗണിത രൂപം എന്ന് പറയുന്നത് an പ്ലസ് ബി ആകുന്നു. an പ്ലസ് ബി. അതിൽ a എന്ന് പറയുന്നത് തന്നിരിക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് ആണ്.
എ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന അരിത്തമാറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് ആണ്. അതുപോലെ ഈ എയും ഈ ബിയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? തന്നിരിക്കുന്ന അരിത്തമാറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം കിട്ടും. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളും ഓർത്തിരിക്കുക, പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, 1,-9. നമ്മുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ് ആണ്, ഈ വിട്ടുപോയിരിക്കുന്ന ഭാഗങ്ങളുടെ സംഖ്യ എന്താണെന്ന് ചോദിച്ചാൽ ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? ഓക്കെ, ഇത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ഇതിനകത്ത് നമുക്ക് ഒന്നാമത്തെ ടേം x1 ഉണ്ട്, പക്ഷേ x2 ഇല്ല, x3 ഇല്ല, x4 ഇല്ല, x5 ഉണ്ട്. ഓക്കെ, ഇനി x2 നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കും? x2 കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഒന്നീ ക്വസ്റ്റ്യനിൽ അവർ എന്ത് തന്നിരിക്കണം? കോമൺ ഡിഫറൻസ് തന്നിരിക്കണം. അതിവിടെ തന്നിട്ടില്ല. ഓക്കെ, ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് കോമൺ ഡിഫറൻസ് കാണാൻ ഉള്ള ഒരു ഇക്വേഷൻ ഉണ്ട് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. കോമൺ ഡിഫറൻസ് d ഈസ് ഈക്വൽ ടു ഡിഫറൻസ് ഇൻ ടേംസ് ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ഇൻ പൊസിഷൻ. എന്താണ് ഡിഫറൻസ് ഇൻ ടേംസ്? ഡിഫറൻസ് ഇൻ ടേംസ് divided by difference in position. Difference in terms divided by difference in position. പദങ്ങളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ അതിന്റെ പൊസിഷനിലെ വ്യത്യാസം. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? തന്നിരിക്കുന്ന എ പിയുടെ കോമൺ ഡിഫറൻസ് ടി കിട്ടും. ഇവിടെ എക്സാമ്പിൾ നോക്കിക്കോ, ഡിഫറൻസ് ഇൻ ടേംസ്. ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ടേംസ് ഏതൊക്കെയാ? ഒന്നാമത്തെ ടേമായ 1ഉം അഞ്ചാമത്തെ ടേമായ 9ഉം ആണ്. അന്നേരം ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഏതായിരിക്കും? 9 - 1 ആയിരിക്കും. ഇനി ഈ ടേമുകളുടെ പൊസിഷൻ എത്ര ആണ്? ഇത് ഒന്നാമത്തെ പൊസിഷനിൽ ഇരിക്കുന്നതാണ്, ഇത് അഞ്ചാമത്തെ പൊസിഷനാണ്. അന്നേരം നമുക്ക് എങ്ങനെ എഴുതാം? 5 - 1. ഇവിടെ എങ്ങനെ എഴുതാം? 9 - 1 8, 5 - 1 4. എത്ര കിട്ടും? 2. അന്നേരം തന്നിരിക്കുന്ന എ പിയുടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര ആണ്? 2 ആണ്. ഓക്കെ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം. ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ താഴെ കൊടുത്തിരിക്കാം. ഓക്കെ.